ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 72/2025 ഒരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കിതിൽ നോക്കുന്നത് ഫയർമാൻ്റെ എക്സാമിന് എഴുതുന്നവരുണ്ടാവും. അപ്പോൾ അടുത്തിന് ഉടനെ വരാനുള്ളത് ഫയർമാൻ്റെ എക്സാമാണ്. അപ്പം ഫയർമാൻ്റെ എക്സാമിന് ആവശ്യമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ ഇതിൽ വന്നിട്ടുള്ള GK ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എടുക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉൾനാടൻ ജലാശയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഉൾനാടൻ ജലാശയത്തിൽ ഉൾപ്പെടുന്നത് കനാൽ, പുഴ, കായൽ. ഉൾനാടൻ ജലാശയത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? കനാലുണ്ട്, പുഴയുണ്ട്, കായലുണ്ട്. ഇതെല്ലാം ഉൾനാടൻ ജലാശയത്തിൽ ഉൾപ്പെടുന്നതാണ്. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? നദികൾ എത്രയുണ്ടെന്ന് നമുക്കറിയാം. 44 നദികളുണ്ട്. അതേ പ്രാസത്തിൽ നമുക്ക് പറയാൻ പറ്റും 34 കായലുകളുണ്ട്. 34 കായലുകളുണ്ട്. ഈ 34 കായലുകളിൽ 27 എണ്ണം എന്താണ്? കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 27 എണ്ണം കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതും 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ്. അപ്പൊ ഉൾനാടൻ ജലാശയങ്ങളിൽ വരുന്നത് കനാൽ, പുഴ, കായലുകൾ ഇവയാണ് ഉൾനാടൻ ജലാശയത്തിൽ വരുന്നത്. നമ്മുടെ കായലുകൾ എന്ന് പറഞ്ഞാൽ 34 കായലുകളാണുള്ളത്. അതിൽ 27 എണ്ണം കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവയും 7 എണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലൂടെ പോകുന്ന ദേശീയ ഉൾനാടൻ ജലപാതയാണ് എന്താണ്? NW3. NW3 എന്ന് പറയുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ്. NW3 ബന്ധിപ്പിക്കുന്ന എവിടേക്കാണ്? കൊല്ലം, കോട്ടപ്പുറം. കൊല്ലം, കോട്ടപ്പുറമാണ്. കോട്ടപ്പുറം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇപ്പൊ ഇത് എവിടേക്കൂടെ നീട്ടിയിട്ടുണ്ട്? കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒരു ആൻസർ ആയിട്ട് കൊടുത്തിട്ട് കൊല്ലം, കോട്ടപ്പുറം തന്നെയാണ്. എന്തായാലും എവിടെ വരെ നീട്ടിയിട്ടുണ്ട്? കൊല്ലം മുതൽ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാവുന്നതാണ്. അപ്പം NW3 കൊല്ലം, കോട്ടപ്പുറമാണ്. അത് ഇപ്പോൾ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. NW1 ആണെങ്കിലോ അലഹബാദ്, ഹാൽഡിയ. NW1 അലഹബാദ്, ഹാൽഡിയ. അത് ഗംഗാ നദിയിലാണ്. NW2 എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. സാദിയ ദുബ്രി. സാദിയ ദുബ്രിയാണ് NW2 എന്നുള്ളത്. സാദിയ ദുബ്രി ബ്രഹ്മപുത്ര നദിയിലാണ്. NW3 എന്ന് പറഞ്ഞത് എവിടെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. അതിപ്പോൾ കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. ഇതിന് എന്തെന്നറിയപ്പെടുന്നു? വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 ആണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW3 ആണ്. ഇനി NW4 ഉണ്ട്. കാക്കിനഡ, പുതുച്ചേരി. കാക്കിനഡ, പുതുച്ചേരി NW4. ഇനി NW5 ഉണ്ട്. താൽച്ചർ, ധാംബ്ര. താൽച്ചർ, ധാംബ്രയാണ് NW5. ഇതെന്താണെന്നറിയപ്പെടുന്നു? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. താൽച്ചർ, ധാംബ്ര തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. ഇനി അതിന് നമുക്ക് അടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഫയർമാനിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. തീപ്പൊള്ളലിന്റെ കാര്യത്തിൽ മനുഷ്യ ശരീരത്തെ ഡാഷ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. തീപ്പൊള്ളലിന്റെ കാര്യത്തിൽ മനുഷ്യ ശരീരത്തെ ഡാഷ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആൻസർ 12 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. തീപ്പൊള്ളലിന്റെ കാര്യത്തിൽ മനുഷ്യ ശരീരത്തെ 12 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇനി അടുത്തുള്ളതാണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു ജലവാഹനത്തിൽ ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ. ഒരു ജലവാഹനത്തിൽ ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ് ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോട്ട്. ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോട്ട് ഇവയാണ് ഒരു ജലവാഹനത്തിൽ ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ധനം മൂലമുള്ള അഗ്നിബാധ ഡാഷ് ഉപയോഗിച്ച് കെടുത്താം. ഇന്ധനം മൂലമുള്ള അഗ്നിബാധ എന്തൊക്കെ ഉപയോഗിച്ചാണ് കെടുത്താൻ പറ്റുന്നത്? കാർബൺ ഡയോക്സൈഡും പതയും. കാർബൺ ഡയോക്സൈഡും പതയും ഉപയോഗിച്ചാണ് ഇന്ധനം മൂലമുള്ള അഗ്നിബാധ കെടുത്തുന്നത്. ജലാശയത്തിന്റെ ആഴം അളക്കുന്നതിന് എന്ത് ഉപയോഗിക്കുന്നു? ജലാശയത്തിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് എക്കോ സൗണ്ടർ. നമുക്ക് ജനറലായിട്ട് ചോദിക്കാവുന്നതാണ്. ജലാശയത്തിന്റെ ആഴം അളക്കുന്നതാണ് എക്കോ സൗണ്ടർ. ഇനി നമുക്ക് അടുത്ത് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എൻജിൻ റൂമിൽ തീ പിടിച്ചാൽ ചെയ്യേണ്ടത് എന്താണ്? എൻജിൻ റൂമിൽ തീ പിടിച്ചാൽ ചെയ്യേണ്ടത് വാതിലുകൾ അടച്ച് ഓക്സിജൻ ഇല്ലാതാക്കുക. വാതിലുകൾ അടച്ച് ഓക്സിജൻ ഇല്ലാതാക്കുക. കാർബൺ ഡയോക്സൈഡ് തുറന്നു വിടുക. കാർബൺ ഡയോക്സൈഡ് തുറന്നു വിടുക. എൻജിനുകൾ നിർത്തുക. എൻജിൻ റൂമിൽ തീ പിടിച്ചാൽ ചെയ്യേണ്ടത് എന്താണ്? വാതിലുകൾ അടച്ച് ഓക്സിജൻ ഇല്ലാതാക്കുക. കാരണം കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ സപ്ലൈ അങ്ങോട്ട് എത്താതെ നോക്കുക. കാർബൺ ഡയോക്സൈഡ് തുറന്നു വിടുക. തീ അണയ്ക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. പിന്നെ എന്താണ്? എൻജിനുകൾ നിർത്തുക. ഇതൊക്കെയാണ് എൻജിൻ റൂമിൽ തീ പിടിച്ചാൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത പ്രവാഹത്തിന്റെ SI യൂണിറ്റ് എന്താണെന്നുള്ളത്. വൈദ്യുത പ്രവാഹത്തിന്റെ SI യൂണിറ്റ് ആണ് ആംബിയർ. വൈദ്യുത പ്രവാഹത്തിന്റെ SI യൂണിറ്റ് ആണ് ആംബിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് AC. ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് AC കറണ്ട്. AC എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യാവർത്തി ധാരാവൈദ്യുതി. പ്രത്യാവർത്തി ധാരാവൈദ്യുതിയാണ് AC. അപ്പൊ ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്നതാണ് AC. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാധാരണയായി വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. സാധാരണയായി വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തിയാണ് 50 ഹെർട്സ്. ഇന്ത്യയിൽ സാധാരണയായി വിതരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തിയാണ് 50 ഹെർട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, അമ്മീറ്റർ ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? അമ്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുത പ്രവാഹം അളക്കാനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. വൈദ്യുത പ്രവാഹം അളക്കാനാണ് അമ്മീറ്റർ ഉപയോഗിക്കുന്നത്. ഇനി വൈദ്യുത പ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കാനുള്ള ചില വസ്തുക്കളുടെ കഴിവിനെ പറയുന്ന പേരാണ് പ്രതിരോധം. വൈദ്യുത പ്രവാഹത്തിന്റെ തടസ്സം സൃഷ്ടിക്കുന്ന വസ്തുക്കളാണ് പ്രതിരോധം. വൈദ്യുത പ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് പ്രതിരോധം. പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ് ഓം. ഓം ആണ് പ്രതിരോധത്തിന്റെ യൂണിറ്റ്, റെസിസ്റ്റൻസ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു AC മോട്ടോറിന്റെ വേഗത എങ്ങനെ നിയന്ത്രിക്കാം? ഒരു AC മോട്ടോറിന്റെ വേഗത നിയന്ത്രിക്കുന്നത് ഫ്രീക്വൻസി വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഒരു AC മോട്ടോറിന്റെ വേഗത നിയന്ത്രിക്കാം. ഫ്രീക്വൻസി വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഒരു AC മോട്ടോറിന്റെ വേഗത നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. ഇത് നമുക്ക് സാധാരണ സയൻസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അടുത്തത്, ജനറേറ്റർ ഡാഷ് ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ജനറേറ്ററിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ്? മെക്കാനിക്കൽ എനർജി എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ജനറേറ്ററിൽ എന്താണ് നടക്കുന്നത്? മെക്കാനിക്കൽ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അതായത് മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ് എന്തിൽ നടക്കുന്ന? ജനറേറ്ററിൽ നടക്കുന്ന പ്രവർത്തനം. എന്നാൽ ഇലക്ട്രിക് മോട്ടോറിലാണെങ്കിൽ തിരിച്ച് ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നത് ഇലക്ട്രിക് മോട്ടോർ. ജനറേറ്റർ ആണെങ്കിൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജി ആക്കി മാറ്റുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർക്യൂട്ട് ബ്രേക്കറുകളെ സംബന്ധിച്ച OCPD ഇതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. OCPD എന്ന് പറഞ്ഞാൽ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉപകരണം. ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉപകരണമാണ് OCPD. ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉപകരണമാണ് OCPD. ഇനി കേബിളുകളിൽ കണ്ടക്ടറിന്റെ ഇൻസുലേഷൻ വാളിയിലൂടെ കനം തീരുമാനിക്കുന്ന ഘടകം ഏതാണ്? കേബിളുകളിൽ കണ്ടക്ടറിന്റെ ഇൻസുലേഷൻ വാളിയുടെ കനം തീരുമാനിക്കുന്ന ഘടകമാണ് വോൾട്ടേജ്. ആൻസർ വരുന്നത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ്. അടുത്ത ക്വസ്റ്റ്യൻ, എർത്തിങ്ങിന്റെ ഉദ്ദേശം എന്താണ്? എർത്തിങ്ങിന്റെ ഉദ്ദേശം എന്താണ്? വ്യക്തികളുടെ സുരക്ഷ, അഗ്നി സംരക്ഷണം, ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് സംരക്ഷണം. നമ്മൾ എർത്തിങ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? വ്യക്തികളുടെ സുരക്ഷ, അഗ്നി സംരക്ഷണം, ഇലക്ട്രിക് ഷോക്കിൽ നിന്നുള്ള സംരക്ഷണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എർത്തിങ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ഇലക്ട്രിക് ഉപകരണങ്ങൾ തീപിടുത്തം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത്? ഇലക്ട്രിക് ഉപകരണങ്ങളിൽ തീപിടുത്തം ഉണ്ടായാൽ എന്ത് ചെയ്യണം? പ്രധാന വൈദ്യുതി വിതരണം നിർത്തുക. ഇലക്ട്രിക് ഉപകരണങ്ങളിൽ തീപിടുത്തം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് പ്രധാന വൈദ്യുതി വിതരണം നിർത്തലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തീ കത്തുന്നതിന് അനുകൂലമല്ലാത്ത ഘടകം വെള്ളമാണ്. അതിലേക്ക് അനുകൂലമായിട്ടുള്ളത് ഇന്ധനം, ചൂട്, ഓക്സിജൻ. ഇതെല്ലാം അനുകൂലമാണ്. എന്നാൽ അനുകൂലമല്ലാത്തത് വെള്ളമാണ് തീ കത്തുന്നതിന് അനുകൂലമല്ലാത്ത ഘടകം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് മാത്രമായി ഉപയോഗിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ലൈഫ് ജാക്കറ്റ്. ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ്. എഞ്ചിൻ റൂമിൽ സാധാരണയായി ഏതുതരം അഗ്നിശമന ഉപാധിയാണ് ഉപയോഗിക്കുന്നത്? പത. എഞ്ചിൻ റൂമിൽ ഉപയോഗിക്കുന്ന അഗ്നിശമന രീതിയാണ് പത. ഇതൊക്കെ എന്താണ്? ഫയർമാന്റെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, അഗ്നി ത്രികോണത്തിന്റെ അനിവാര്യ ഘടകങ്ങളിൽ 2 ഘടകങ്ങൾ ഏവയാണ്? അഗ്നി ത്രികോണത്തിന്റെ അനിവാര്യ ഘടകങ്ങൾ 2 എണ്ണമാണ് വെള്ളവും ചൂട്. അഗ്നി ത്രികോണത്തിന്റെ അനിവാര്യ ഘടകങ്ങളാണ് വെള്ളം, ചൂട്. ഇനി അടുത്തത്, ഇലക്ട്രിക്കൽ തീപിടുത്തത്തിന് അനുയോജ്യമായ അഗ്നിശമന ഉപകരണങ്ങൾ ഏവ? ഇലക്ട്രിക്കൽ തീപിടുത്തത്തിന് അനുയോജ്യമായ അഗ്നിശമന ഉപകരണങ്ങൾ ഏവ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജല എക്സ്റ്റിംഗ്വിഷറും ഡ്രൈ കെമിക്കൽ എക്സ്റ്റിംഗ്വിഷറും. ജല എക്സ്റ്റിംഗ്വിഷറും ഡ്രൈ കെമിക്കൽ എക്സ്റ്റിംഗ്വിഷറുമാണ് എന്താണ്? ഇലക്ട്രിക്കൽ തീപിടുത്തത്തിന് അനുയോജ്യമായിട്ടുള്ള ഉപകരണങ്ങൾ. ഇലക്ട്രിക്കൽ തീപിടുത്തത്തിന് അനുയോജ്യമായിട്ടുള്ള അഗ്നിശമന ഉപകരണങ്ങളാണ് ഏതൊക്കെ? ജല എക്സ്റ്റിംഗ്വിഷർ, ഡ്രൈ കെമിക്കൽ എക്സ്റ്റിംഗ്വിഷർ. ഇവയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തീ നിവാരണത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഫയർ ഹോസ് നോസിലുകളുടെ തരം ഏവ? തീ നിവാരണത്തിന് സാധാരണ ഉപയോഗിക്കുന്ന ഫയർ ഹോസ് നോസിലുകളുടെ തരമാണ് ഒന്ന് സ്മൂത്ത് ബോർ നോസിൽ, ഒന്നാമത്തേത് സ്മൂത്ത് ബോർ നോസിൽ, രണ്ടാമത്തേത് കോമ്പിനേഷൻ ഹോക്ക് നോസിൽ. സ്മൂത്ത് ബോർ നോസിൽ, കോമ്പിനേഷൻ ഹോക്ക് നോസിൽ. ഇവയാണ് എന്ത്? തീ നിവാരണത്തിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിരമായി സ്ഥാപിച്ചിരിക്കുന്ന സ്പ്രിംഗ്ലർ സിസ്റ്റങ്ങളുടെ പ്രധാന ഗുണങ്ങൾ. സ്ഥിരമായി സ്ഥാപിച്ചിരിക്കുന്ന സ്പ്രിംഗ്ലർ സിസ്റ്റങ്ങളുടെ പ്രധാന ഗുണങ്ങളാണ് തീപിടുത്ത സമയത്ത് ഉടൻ വെള്ളമൊഴുക്കി പ്രവർത്തനക്ഷമമാകുന്നു. തീപിടുത്ത സമയത്ത് ഉടൻ വെള്ളമൊഴുക്കി പ്രവർത്തനക്ഷമമാകുന്നു. ചൂട് കണ്ടെത്തുമ്പോൾ സ്വയം പ്രവർത്തനക്ഷമമാകുന്നു. ഇതൊക്കെയാണ് എന്തിന്റെ ഉപയോഗങ്ങൾ? സ്ഥിരമായി സ്ഥാപിച്ചിരിക്കുന്ന സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഫ്ലഡിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ. CO2 ഫ്ലഡിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകളാണ്. അവശിഷ്ടം ഉണ്ടാകുന്നില്ല, തീയെ അണയ്ക്കാൻ ഓക്സിജനെ മാറ്റുന്നു. തീ അണയ്ക്കാനായിട്ട് ഓക്സിജനെ മാറ്റുന്നു, അവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതൊക്കെയാണ് എന്ത്? CO2 ഫ്ലഡിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തീ നിവാരണത്തിൽ SCBA ഉപയോഗിക്കുന്ന പ്രധാന ഉദ്ദേശങ്ങൾ. തീ നിവാരണത്തിൽ SCBA ഉപയോഗിക്കുന്ന പ്രധാന ഉദ്ദേശങ്ങളാണ് വിഷവാതകങ്ങളിൽ നിന്ന് ശ്വാസകോശത്തെ സംരക്ഷിക്കുക. വിഷവാതകങ്ങളിൽ നിന്ന് ശ്വാസകോശത്തെ സംരക്ഷിക്കുക ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപകടകരമായ സാഹചര്യങ്ങളിൽ ദീർഘസമയത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുക. അപകടകരമായ സാഹചര്യങ്ങളിൽ ദീർഘസമയത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുക. അതുപോലെ ഓക്സിജൻ കുറവുള്ള ഇടങ്ങളിൽ ശ്വസിക്കാവുന്ന വായു ഉറപ്പാക്കുക. ഓക്സിജൻ കുറവുള്ള ഇടങ്ങളിൽ ശ്വസിക്കാവുന്ന വായു ഉറപ്പാക്കുക. വിഷവാതകങ്ങളിൽ നിന്ന് ശ്വാസകോശത്തെ സംരക്ഷിക്കുക. അപകടകരമായ സാഹചര്യങ്ങളിൽ ദീർഘസമയത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുക. ഓക്സിജൻ കുറവുള്ള ഇടങ്ങളിൽ ശ്വസിക്കാവുന്ന വായു ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ, SCBAയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സോളാസ് അംഗീകരിച്ച ലൈഫ് ജാക്കറ്റുകൾക്ക് നിർബന്ധമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സോളാസിന്റെ ഫുൾ ഫോം എന്താണ്? സേഫ്റ്റി ഓഫ് ലൈഫ് ആൻഡ് സീ. സേഫ്റ്റി ഓഫ് ലൈഫ് അറ്റ് സീ അംഗീകരിച്ച ലൈഫ് ജാക്കറ്റുകൾക്ക് നിർബന്ധമായിട്ടുള്ള പ്രത്യേകതയാണ് ശ്രദ്ധ ആകർഷിക്കാൻ വിസിൽ. ശ്രദ്ധ ആകർഷിക്കാൻ എന്തുണ്ടാവണം? വിസിൽ ഉണ്ടാകണം. ടെട്രോ റിഫ്ലക്റ്റീവ് ടേപ്പ് ഉണ്ടായിരിക്കണം. റെട്രോ റിഫ്ലക്റ്റീവ് ടേപ്പ് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ശ്രദ്ധ ആകർഷിക്കാൻ വിസിൽ ഉണ്ടായിരിക്കണം, റെട്രോ റിഫ്ലക്റ്റീവ് ടേപ്പും ഉണ്ടായിരിക്കണം. ഇനി അടുത്ത് താഴെ പറയുന്നവയിൽ ജീവനക്കാരുടെ സുരക്ഷാ ഉപകരണങ്ങൾ അല്ലാത്തത്. സേഫ്റ്റി ഷൂ, ചെരുപ്പ്, ഹെൽമറ്റ്, കവർ ഓൾ ബോയിലർ സ്യൂട്ട്, ഹെൽമറ്റ്, ചെരുപ്പ്, സേഫ്റ്റി ഷൂ. ഇതിൽ ജീവനക്കാരുടെ ഉപകരണം അല്ലാത്തത് ചെരുപ്പാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഡാഷ് ഒരു സോഫ്റ്റ്വെയർ ആകുന്നു. താഴെ പറയുന്നതിൽ സോഫ്റ്റ്വെയർ ഏതാണ്? വിൻഡോസ്. താഴെ പറയുന്നതിൽ സോഫ്റ്റ്വെയർ വിൻഡോസ് ആണ്. അത് IT ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് റഡാർ ഡ്രോപ്പ് അളവ് പരിശോധിക്കുന്ന ഉപകരണം. റഡാർ ഡ്രോപ്പ് അളവ് പരിശോധിക്കുന്ന ഉപകരണമാണ്. ആൻസർ വരുന്നത് ട്രാമൽ ഗേജ് ആണ് എന്തുപയോഗിക്കുന്നത്? റഡാർ ഡ്രോപ്പ് പരിശോധിക്കുന്ന ഉപകരണം. റഡാർ ഡ്രോപ്പ് അളവ് പരിശോധിക്കുന്ന ഉപകരണമാണ് ട്രാമൽ ഗേജ്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് GKയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. GKയുടെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കി പോവാം. അപ്പോൾ ഫയർഫോഴ്സ് എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തായാലും ഒരു 3-4 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി GKയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത്. ആദ്യത്തേത് നീലദർപ്പണം ഒരു നാടകമാണ്. ശരിയാണ്. നീലദർപ്പണം എന്ന് പറഞ്ഞ ഒരു നാടകമാണ്. അത് എഴുതിയതാരാണ്? ദീനബന്ധു മിത്ര. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതുണ്ട്. നീലദർപ്പൺ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായ ദീനബന്ധു മിത്രയാണ്. നീലദർപ്പണം ഒരു നാടകമാണ്. അത് രചിച്ചത് ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്ര. എന്താണ് ഈ നീലദർപ്പണം എന്ന നാടകത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീലം കർഷകരുടെ ദുരിതമാണ് ഇതിൽ നീലദർപ്പണം എന്നുള്ള കൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. ദീനബന്ധു മിത്രയാണ് എഴുതിയത്. ഇത് ദീനബന്ധു മിത്ര എന്നുള്ളത് എന്താണ്? ഒരു ബംഗാളി സാഹിത്യകാരനാണ്. ഇനി നീലം കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. നീലം കലാപം നടന്നത് ബംഗാളിലാണ്. വർഷം ഏത് വർഷമാണ്? 1859 നീലം കലാപം നടന്നത്. നീലം കലാപം ബംഗാളിലാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, നീലദർപ്പൺ നാടകത്തിൽ കരിമ്പ് കർഷകരുടെ ജീവിതമാണ് പ്രതിപാദിക്കുന്നത്. ശരിയല്ല. നീലം ദർപ്പൺ എന്ന പുസ്തകത്തിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നീലം കർഷകരുടെ ദുരിതത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നീലദർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്ത് രചിച്ച കൃതിയാണ്. ശരിയാണ്. ദർപ്പണം എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന കൃതിയാണ് നീലദർപ്പണം. എന്താണ്? നീലം കലാപം നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. 1859 അപ്പൊ നീലം കർഷകരുടെ ദുരിതത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള നാടകമാണ് നീലദർപ്പൺ. അപ്പൊ ശരിയായിട്ടുള്ളത് നീലദർപ്പൺ ഒരു നാടകമാണ്. നീലദർപ്പൺ രചിച്ചത് ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ദീനബന്ധു മിത്രയാണ്. നീലദർപ്പൺ ബ്രിട്ടീഷ് ഭരണകാലത്ത് രചിച്ച ഒരു കൃതിയാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നുള്ളതാണ്. ശരിയായിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആസാമീസ് ഭാഷയിലെ സാഹിത്യകാരനാണ്. അപ്പോൾ അത് തെറ്റാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏതാണ്? ബംഗാളി ഭാഷയിലുള്ള സാഹിത്യകാരനാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി നമുക്ക് എങ്ങനെയാണ് പരിചയമുള്ളത്? ആനന്ദമഠം, വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് ബുക്കിൽ നിന്നാണ്? ആനന്ദമഠം എന്ന ബുക്കിൽ നിന്നാണ് ഏതെടുത്തിരിക്കുന്നത്? വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഈ ആനന്ദമഠം എന്നുള്ള കൃതിയിലെ പശ്ചാത്തലമായിട്ടുള്ളത് എന്താണ്? സന്യാസി ഫക്കീർ കലാപമാണ്. പശ്ചാത്തലമായിട്ടുള്ളത് സന്യാസി ഫക്കീർ കലാപമാണ്. ഇനി ഈ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് ദുർഗേശനന്ദിനി. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് ദുർഗേശനന്ദിനി. ഇനി വിഷവൃക്ഷ
ഇതൊക്കെ ആരുടെ കൃതിയാണ്? ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ്. ദുർഗേശ് നന്ദിനി, ബിഷവൃക്ഷ എന്താണ്? ദേവി ചൗധറാണി, ഇതൊക്കെ ആരുടെയാണ്? ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ്. ഏതൊക്കെയാണ്? ബിഷവൃക്ഷ, ദേവി ചൗധറാണി ആദ്യത്തെ കൃതിയാണ്, ദുർഗേശ് നന്ദിനി. പിന്നെ നമ്മൾ ആനന്ദ മഠത്തിൽ നിന്നാണ് ഏതെടുത്തിരിക്കുന്നത്? വന്ദേമാതരം എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് അൽതാഫ് ഹുസൈൻ ഹാലി ബംഗാളി ഭാഷയിലെ സാഹിത്യകാരനാണ്. അദ്ദേഹം എന്താണ്? ഉറുദു ഭാഷയിലെ സാഹിത്യകാരനാണ്. അൽതാഫ് ഹുസൈൻ ഹാലി എന്ന് പറയുന്നത് ഏത് ഭാഷയിലെയാണ്? ഉറുദു ഭാഷയിലുള്ള സാഹിത്യകാരനാണ്. ഇനി അടുത്തത് പ്രേംചന്ദ് ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണ്. ശരിയാണ്, പ്രേംചന്ദ് ഹിന്ദി ഭാഷാ സാഹിത്യകാരനാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഗോദാൻ, സേവാസദൻ, പ്രേമാശ്രമം. ഇതൊക്കെ ആരുടെയാണ്? പ്രേംചന്ദിന്റെ കൃതികളാണ്. ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രമം, ഗോദാൻ. ഇതൊക്കെ ആരുടെയാണ്? പ്രേംചന്ദിന്റെ കൃതികളാണ്. ഇനി വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഒരു മറാത്തി സാഹിത്യകാരനാണ്. വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ എന്ന് പറയുന്നത് ഒരു മറാത്തി സാഹിത്യകാരനാണ്. അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെതാണ് നിബന്ധമാല. മറാത്തി സാഹിത്യകാരൻ വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ, അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് നിബന്ധമാല. അപ്പൊ ശരിയായുള്ള പ്രേംചന്ദ് ഹിന്ദി ഭാഷ സാഹിത്യകാരനാണെന്നുള്ളതും അതുപോലെ വിഷ്ണു ശാസ്ത്രി ചിപ്ലുങ്കർ ഒരു മറാത്തി സാഹിത്യകാരനാണെന്നുള്ളതും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ സാമ്പത്തിക ചൂഷണത്തെ ചോർച്ചാ സിദ്ധാന്തം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സാമ്പത്തിക ചിന്തകനാണ് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞത് ദാദാഭായ് നവറോജിയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോർച്ചാ സിദ്ധാന്തത്തെ എതിർത്ത നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിക്കുന്നത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. സർ സയ്യദ് അഹമ്മദ് ഖാനാണ് ചോർച്ചാ സിദ്ധാന്തത്തെ എതിർത്ത നേതാവെന്ന് പറയുന്നത്. ഇനി ദാദാഭായ് നവറോജി നമുക്കൊന്ന് എടുത്തു നോക്കാം. ദാദാഭായ് നവറോജിയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇതിലാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഇദ്ദേഹത്തിന്റെ 2 പത്രങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. റഫ്ത് ഗോഫ്താർ, അതുപോലെ വോയിസ് ഓഫ് ഇന്ത്യ. റഫ്ത് ഗോഫ്താർ, വോയിസ് ഓഫ് ഇന്ത്യ, ഈ 2 പത്രങ്ങൾ നമുക്ക് എന്താണ് വളരെ പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന 2 പത്രങ്ങളാണ്. പിന്നെ INC പേര് നൽകുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. INC പേര് നൽകുന്നത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ നമുക്ക് ഒരിക്കലും മറന്നു പോകാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മറന്നു പോവാതിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഗദർ പാർട്ടിയുടെ നേതാവാണ് ലാലാ ഹർദയാൽ. ശരിയാണ്, ഗദർ പാർട്ടിയുടെ നേതാവാണ് ലാലാ ഹർദയാൽ. ഗദർ പാർട്ടി സ്ഥാപിക്കുന്നത് എന്നാണ്? 1913 ഗദർ പാർട്ടി സ്ഥാപിക്കുന്നത്. അതിന്റെ നേതാവായിരുന്നു ലാലാ ഹർദയാൽ. ശരിയാണ്. ഭാരത് മാതാ അസോസിയേഷന്റെ നേതൃത്വം നൽകിയത് വാഞ്ചി അയ്യറാണ്. ഭാരത് മാതാ അസോസിയേഷന്റെ നേതൃത്വം വാഞ്ചി അയ്യറാണ്. ശരിയാണ്, വാഞ്ചി അയ്യറാണ് ഭാരത് മാതാ അസോസിയേഷൻ. വാഞ്ചി ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മണിയാച്ചി സംഭവം. മണിയാച്ചി സംഭവം നടക്കുന്നത് 1911 മണിയാച്ചി സംഭവം. മണിയാച്ചി സംഭവം ആരുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഞ്ചി അയ്യർ. വാഞ്ചി അയ്യർ. വാഞ്ചി ഇയർ എന്താ ഈ മണിയാച്ചി സംഭവം എന്നുള്ളത്? ഈ വാഞ്ചി ഇയർ തലശ്ശേരി സബ് കളക്ടറായിട്ടുള്ള ആഷിനെ വധിച്ചു. തലശ്ശേരി സബ് കളക്ടറായിട്ടുള്ള ആഷിനെ വധിക്കുന്നത് ആരാണ്? വാഞ്ചി ഇയറാണ്. ഇതിനെ അറിയപ്പെടുന്നതാണ് മണിയാച്ചി സംഭവം എന്ന് നടക്കുന്നത് 1911. ഈ വാഞ്ചി ഇയർ എന്തിന്റെ നേതാവായിരുന്നു? ഭാരത് മാതാ അസോസിയേഷന്റെ നേതാവായിരുന്നു. ഈ ഭാരത് മാതാ അസോസിയേഷന്റെ മറ്റൊരു നേതാവിനെ നമുക്കറിയാം. ആരാണ്? VO ചിദംബരം പിള്ള. VO ചിദംബരം പിള്ള എന്തിന്റെ നേതാവാണ്? ഭാരത് മാതാ അസോസിയേഷന്റെ നേതാവാണ്. ഭാരത് മാതാ അസോസിയേഷന്റെ നേതാവാണ് VO ചിദംബരം പിള്ള. നമുക്കറിയാവുന്ന മറ്റൊരു വിശേഷണമാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നു. കപ്പലോട്ടിയ മന്നൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? VO ചിദംബരം പിള്ള. അദ്ദേഹത്തിൻ്റെതാണ് ഭാരത് മാതാ അസോസിയേഷൻ. ആരാണ് ഇതിൽ അംഗമായിരുന്നത്? വാഞ്ചി അയ്യർ ഇതിൽ അംഗമായിരുന്നു. ഇനി നമുക്ക് VO ചിദംബരം പിള്ളയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും VO ചിദംബരം പിള്ളയുടെ പേരിൽ ഒരു പോർട്ട് ഉണ്ട്. ഏത് പോർട്ടിനാണ് VO ചിദംബരം പിള്ളയുടെ പേര് നൽകിയിരിക്കുന്നത്? തൂത്തുക്കുടി തുറമുഖം. തൂത്തുക്കുടി തുറമുഖം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? VO ചിദംബരം പിള്ളയുടെ പേരിലാണ്. VO ചിദംബരം പിള്ള പോർട്ട് എന്നാണ് തൂത്തുക്കുടി തുറമുഖം അറിയപ്പെടുന്നത്. ഈ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അനുശീലൻ സമിതിയുടെ നേതാവായിരുന്നു ഖുദ്റാം ബോസ്. അത് തെറ്റാണ്. അനുശീലൻ സമിതി വരുന്നത് 1902 അനുശീലൻ സമിതി 1902 ഖുദ്റാം ബോസ് അതിൽ നേതാവായിരുന്നില്ല. ഇനി ഖുദ്റാം ബോസിനെ കുറിച്ചുള്ള നമുക്കൊരു പോയിന്റ് അറിയാം. എന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദ്റാം ബോസ്. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, രക്തസാക്ഷിയായ വ്യക്തിയാണ് ഖുദ്റാം ബോസ്. ഖുദ്റാം ബോസിനെ തൂക്കിക്കൊല്ലുന്നത് എന്നാണ്? 1908 ഖുദ്റാം ബോസിനെ തൂക്കിക്കൊല്ലുന്നത്. 1908 ഖുദ്റാം ബോസിനെ
അവനെ തൂക്കിക്കൊല്ലുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വച്ചത് ചാണക്യനാണ്. അത് ശരിയാണ്. കാര്യക്ഷമമായ നികുതി സമ്പ്രദായം എന്ന ആശയം മുന്നോട്ട് വച്ചത് ചാണക്യനാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വച്ചത് അമർത്യ സെൻ ആണ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമർത്യ സെൻ ആണ്. ശരിയാണ്. അദ്ദേഹത്തിന്റെ ആകർഷിച്ച വിഷയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ ക്ഷാമമാണ്. അദ്ദേഹത്തെ ആകർഷിച്ച വിഷയമാണ് ബംഗാൾ ക്ഷാമം. ഇനി ഇദ്ദേഹമാണ് എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അമർത്യ സെൻ ആണ്. സാമ്പത്തിക ശാസ്ത്ര നോബൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആരാണ്? അമർത്യ സെൻ. അദ്ദേഹത്തിന് സ്വാധീനിച്ച വിഷയമാണ് ബംഗാൾ ക്ഷാമം. ഇനി അധികാര വികേന്ദ്രീകരണവും സ്വാശ്രയത്വവും എന്ന ആശയം മുന്നോട്ട് വച്ചത് ഗാന്ധിജിയാണ്. ശരിയാണ്. അധികാര വികേന്ദ്രീകരണവും സ്വാശ്രയത്വവും എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്തെന്ന് അറിയപ്പെടുന്നു? ഗ്രാമസ്വരാജ് എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചായത്ത് രാജിനെ, അതായത് അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കണം, അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് ആദ്യമായിട്ട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പൊ അത് ശരിയാണ്. അധികാര വികേന്ദ്രീകരണവും സ്വാശ്രയത്വവും എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ നീളമേറിയ നദി ബ്രഹ്മപുത്രയാണ്. അത് തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? ഗംഗയാണ്. ഏറ്റവും നീളമേറിയ നദി. ഗംഗയുടെ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം. 2525 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയാണ്. എന്നാൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ആണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ആണ്. അപ്പൊ ഇന്ത്യയിലെ നീളമേറിയ നദി ബ്രഹ്മപുത്രയാണെന്നുള്ളത് തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയത് ഗംഗയാണ് ഏറ്റവും നീളമേറിയ നദി. എന്നാൽ ബ്രഹ്മപുത്ര നദി എന്തിലൂടെ ഒഴുകുന്നുണ്ട്? ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നുണ്ട്. ബ്രഹ്മപുത്ര നദി ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് സംസ്ഥാനം വഴിയാണ്? അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? അരുണാചൽ പ്രദേശിലൂടെയാണ്. ഇനി ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇനി ബ്രഹ്മപുത്ര നദിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്? NW2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഏതുതൊട്ട് ഏത് വരെയാണ്? സാദിയ മുതൽ ദുബ്രി വരെയാണ് NW2. ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഇനി ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് വരാം. ഇന്ത്യൻ ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയത് കാവേരിയാണെന്നുള്ളതാണ്. അതായത് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി കാവേരിയല്ല, ഗോദാവരിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി കാവേരിയല്ല, ഗോദാവരിയാണ്. ഗോദാവരിയുടെ നീളം 2465 കിലോമീറ്റർ ആണ്. 2465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് എന്താണ്? ഗോദാവരിയാണ്. അതുപോലെ ഇപ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരിയാണ്. അപ്പൊ ഉപദ്വീപ നദികളിൽ നീളം കൂടിയത് കാവേരിയല്ല, ഗോദാവരിയാണ്. ഇനി അടുത്ത് നർമ്മദ, താപ്തി എന്നീ ഉപദ്വീപീയ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ, താപ്തി എന്നീ നദികൾ എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നർമ്മദയും താപ്തിയും എങ്ങോട്ട് ഒഴുകുന്നു? പടിഞ്ഞാറായിട്ട് ഒഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. അറബിക്കടലിനെ എന്നറിയപ്പെടുന്നത് സിന്ധു സാഗർ എന്നറിയപ്പെടുന്നത് അറബിക്കടലാണ്. രത്നാകര എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഓഷൻ ആണ്. അതുപോലെ ചോള ലേക്ക് എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഒന്നുകൂടെ പറയാം, ചോള ലേക്ക് എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലാണ്. അതുപോലെ രത്നാകര എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഓഷൻ ആണ്. സിന്ധു സാഗർ എന്നറിയപ്പെടുന്നത് അറബിക്കടലാണ്. നർമ്മദയും താപ്തിയും പടിഞ്ഞാറായിട്ട് ഒഴുകി എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡാം ഉണ്ടല്ലോ, സർദാർ സരോവർ ഡാം, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ ഡാം നർമ്മദ നദിയിലാണ്. ഈ ഡാമിന്റെ അടുത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. പട്ടേലിന്റെ ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയുടെ തീരത്താണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് ജയ്സാൽമീറിലാണ്. അത് ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്നത് ജയ്സാൽമീറിലാണ്. ജയ്സാൽമീർ എവിടെയാണ്? രാജസ്ഥാനിലെ ഒരു ജില്ലയാണ് ജയ്സാൽമീർ. അടുത്ത സ്റ്റേറ്റ്മെന്റ് അതാണ്. ജയ്സാൽമീർ രാജസ്ഥാൻ സംസ്ഥാനത്തിലെ ഒരു ജില്ലയാണ്. അതും ശരിയാണ്. ഏറ്റവും കൂടുതൽ
താപനില അനുഭവപ്പെടുന്നത് എവിടെയാണ്? ജയ്സാൽമീറിലാണ്. ജയ്സാൽമീർ രാജസ്ഥാനിലെ ഒരു ജില്ലയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്തത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഖാദി ബോർഡ് LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്തത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ മങ്കേഷ്പൂർ ആണ് ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്തത് സ്ഥലം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത് ജയ്സാൽമീർ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. അത് തെറ്റാണ്. രാജസ്ഥാനുമായിട്ട് എന്തിന് അതിർത്തിയുണ്ട്? പാകിസ്ഥാൻ അതിർത്തിയുണ്ട്. പക്ഷേ ജയ്സാൽമീർ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല അല്ല. ജയ്സാൽമീറിന് പാകിസ്ഥാനുമായിട്ട് അതിർത്തി ഇല്ല. അപ്പൊ അതാണ് അതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് മൗസിൻറാം സിവാലിക് മലനിരകളുടെ ഭാഗമാണ്. മൗസിൻറാം സിവാലിക് മലനിരകളുടെ ഭാഗമാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളതാണ്. മൗസിൻറാം എന്തിന്റെ ഭാഗമാണ്? കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് മൗസിൻറാം. കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് മൗസിൻറാം, സിവാലിക്കിന്റെ ഭാഗമല്ല. ഇനി സിവാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയത്തെ 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ ഏറ്റവും താഴെയറ്റത്തുള്ളതാണ് എന്താണ്? സിവാലിക് എന്നുള്ള പ്രദേശങ്ങൾ. സിവാലിക്കിന് അറിയപ്പെടുന്നതാണ് എന്തെന്ന്? ശിവന്റെ തിരുമുടി എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. അതുപോലെ ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവാലിക്കാണ്. ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഖല സിവാലിക്കാണ്. ഡ്യൂണുകൾ കാണപ്പെടുന്ന മേഖല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവാലിക്കാണ്. ഡ്യൂണുകൾ കാണപ്പെടുന്നത് ഏറ്റവും താഴെയറ്റത്തുള്ള സിവാലിക്കാണ്. അപ്പോൾ മൗസിൻറാമില് എന്താണ്? സിവാലിക് മലനിരകളുടെ ഭാഗമല്ല. മൗസിൻറാം എന്ന് പറയുന്നത് കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ്. ഈ കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ടാണ് ഖാസി ഖാരോ കുന്നുകളൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഖാസി കുന്നുകളുടെ ഭാഗമായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത്. മൗസിൻറാം ഏത് ജില്ലയിലാണ്? ഏത് സംസ്ഥാനത്താണ്? മേഘാലയയിലാണ് മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻറാമിലാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് അതാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻറാമിലാണ്. ചിറാപുഞ്ചി, മൗസിൻറാം പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അത് എവിടെയാണ്? മേഘാലയയിലാണ്. മൗസിൻറാം മേഘാലയ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് മൗസിൻറാം മേഘാലയ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻറാമിലാണ്. ശരിയാണ്. മൗസിൻറാം മേഘാലയ സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് ശരിയാണ്. അതിൽ കൊടുത്തിരുന്ന ആദ്യത്തെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ മൗസിൻറാം സിവാലിക്കിന്റെ ഭാഗമാണെന്നുള്ളതായിരുന്നു. മൗസിൻറാം എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്ന പ്രദേശമാണ് മൗസിൻറാം. ഖാസി ഖാരോ ജയന്തിയ കുന്നുകളൊക്കെ എന്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്? കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരു ഈ സന്ദേശം ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അരിപ്പുറം പ്രതിഷ്ഠ നടത്തുന്ന വേളയിലാണ് ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അരിപ്പുറത്താണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അരിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം എന്നാണ്? 1888 അരിവിപ്രം പ്രതിഷ്ഠ അല്ലെങ്കിൽ അരിവിപ്രം വിപ്ലവം എന്നൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് ഈ സെന്റൻസ് എഴുതി വെച്ചിട്ടുള്ളത്. എന്നാൽ ആലുവ സർവമത സമ്മേളനം നടക്കുന്നിടത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ടല്ലോ, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന സന്ദേശം എഴുതി വെച്ചിരിക്കുന്നത് ആലുവയിലെ സർവമത സമ്മേളനം നടക്കുന്ന വേദിയിലാണിത് ഉണ്ടായിരുന്നത്. ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് വളരെ പരിചിതമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സർവമത സമ്മേളനം പറഞ്ഞതുകൊണ്ട് സർവമത സമ്മേളനം നടന്ന വർഷം പറയാം 1924 സർവമത സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലുവ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് കൂടെ പറയാം 1913 അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. 1913 അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. മിക്കവാറും പരീക്ഷകളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ബുക്ക് നമ്മൾ മറന്നു പോകാതെ ഓർമ്മിച്ച് വെച്ച്. ശ്രീനാരായണ ഗുരു, ചട്ടാമ്പി സ്വാമി ഇവരുടെ ബുക്കുകളൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അതൊക്കെ മറന്നു പോകാതെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലുള്ളത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണെന്നുള്ളതാണ്. മാറിപ്പോയി. ചെമ്പഴന്തിയിൽ ജനിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് ചെമ്പഴന്തിയിൽ ജനിച്ചത്. എന്നാൽ അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂറാണ് ആര് ജനിച്ചത്? അയ്യങ്കാളി ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ശരിയാണ്. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടന്നത് എന്നാണ്? 1893 വില്ലുവണ്ടി സമരം നടന്നത്. വില്ലുവണ്ടി സമരം 1893 എവിടം മുതൽ എവിടം വരെ? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടന്നത്. 1893. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. കർഷക തൊഴിലാളി സമരം നടക്കുന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. 1909 ആദ്യത്തെ കർഷക സമരം. 1909 ആദ്യത്തെ കർഷക സമരം. അത് നടന്നത് വെങ്ങാനൂരിലാണ്. ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്.
ഇനി അയ്യങ്കാളിയെ കുറിച്ച് നമുക്കറിയാം 1915 എന്ത് സംഭവിച്ചു? പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരമൊക്കെ നടക്കുന്നത് 1915 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള ഒക്കെ നടക്കുന്നത് 1915 ഊരൂട്ടമ്പലം ലഹള നടക്കുന്നത് എന്തിനാണ്? താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള. ഇതിനെ ICDSന്റെ എക്സാമിന് ചോദിച്ചത് മറ്റൊരു പേരാണ് അതിൽ വന്നത് കണ്ടല ലഹള. കണ്ടല ലഹള എന്നറിയപ്പെടുന്നത് ഊരൂട്ടമ്പലം ലഹളയാണെന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അടുത്ത് 1915 കല്ലുമാല സമരം നടക്കുന്നത്. എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ആഭരണങ്ങൾ ധരിക്കുന്നതിന് പകരം എന്താണ് അവർക്ക് കല്ലുമാലയാണ് ധരിക്കാൻ കൊടുത്തിരുന്നത്, കല്ലുകൊണ്ടൊക്കെയുള്ള മാല. അപ്പൊ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് എന്താണ് അവർക്കും ആഭരണം ധരിക്കാനുള്ള അവകാശം നേടുന്നതിന് വേണ്ടിയിട്ട് നടന്നതാണ് കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള. പെരിനാട് എന്ന് പറയുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. 1915 അത് നടക്കുന്നത്. ഇതൊക്കെ എന്താണ് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമാകുന്ന ആദ്യത്തെ ദളിതൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കുമാരനാശാൻ പല്ലനയാറ്റിലെ ബോട്ട് അപകടത്തിലാണ് മരണപ്പെട്ടത്. ശരിയാണ്. കുമാരനാശാൻ മരണപ്പെട്ടത് പല്ലനയാറ്റിലെ റെഡീമിയർ ബോട്ട് അപകടത്തിലാണ് മരണപ്പെട്ടത്. ഏത് വർഷമാണ്? 1924 കുമാരനാശാൻ കൊല്ലപ്പെട്ടത്. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകും വഴിയാണ് റെഡീമിയർ ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ മരിക്കുന്നത്. ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹത്തിന്റെ കുമാരനാശാന്റെ മരണം, കുമാരനാശാനെ സംസ്കരിച്ചിരിക്കുന്നത് കുമാരകോടിയിലാണ്, പലനാറ്റിന്റെ തീരത്താണ് സംസ്കരിച്ചിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ റെഡീമിയർ ബോട്ട് അപകടം, അതായത് കുമാരനാശാന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ചെറിയാൻ കമ്മീഷൻ. ചെറിയാൻ കമ്മീഷനാണ് കുമാരനാശാന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. ശരിയാണ്. SNDP യോഗത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു ആരായിരുന്നു ആദ്യത്തെ സെക്രട്ടറി? കുമാരനാശാനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. SNDP സ്ഥാപിക്കുന്നതെന്നാണ് 1903 മെയ് 15 1903 മെയ് 15 SNDP സ്ഥാപിക്കുന്നത്. ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, ആദ്യ സെക്രട്ടറി കുമാരനാശാൻ, ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ പൽപ്പു. കൊല്ലത്ത് വ്യാവസായിക പ്രദർശനം സംഘടിപ്പിക്കുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. മലബാർ എക്കണോമിക് യൂണിയൻ ആരാണ്? പൽപ്പു ആണ്. ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? പൽപ്പു ആണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? റിട്ടി ലൂക്കോസ് ആണ്. ഈഴവരുടെ രാഷ്ട്രീയ ഗുരു ഡോക്ടർ പൽപ്പു ആണ്. വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ്. മലബാർ എക്കണോമിക് യൂണിയൻ ഡോക്ടർ പൽപ്പു ആണ്. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ ഡോക്ടർ പൽപ്പു ആണ്. അതുപോലെ കൊല്ലത്ത് വ്യാവസായിക പ്രദർശനം ആരംഭിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യത്തേത് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ഗ്രാമത്തിലാണ്. ശരിയാണ്. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എവിടെയാണ്? ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ. ശരിയാണ്. നായർ സർവീസ് സൊസൈറ്റി NSS വരുന്നത് 1914 ഒക്ടോബർ 31 അത് വന്നിരിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ്. ഈ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അത് എന്തിനോടനുബന്ധിച്ചാണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാണ് മന്നത്ത് പത്മനാഭൻ. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്നോട് കൊടുത്തിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹമല്ല, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. അപ്പൊ ആ ഗുരുവായൂർ എന്നുള്ള വന്നതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സവർണജാഥ സംഘടിപ്പിച്ചത് 1924 നവംബർ 1 നേതൃത്വം മന്നത്ത് പത്മനാഭൻ. ഈ സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. ഇനി സവർണജാഥ സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? സേതു ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിലെ രാജാവായിരുന്ന റാണിയായിരുന്ന സേതു ലക്ഷ്മി ഭായിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് സമർപ്പിച്ചത് ആരാണ്? ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയാണ് ഈ സവർണജാഥ സമർപ്പിച്ചത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. ശരിയാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റു ബുക്കുകളാണ് പഞ്ചകല്യാണി നിരൂപണം. പഞ്ചകല്യാണി നിരൂപണം ആരുടെ പുസ്തകമാണ്? മന്നത്ത് പത്മനാഭന്റെ പുസ്തകമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രത്യക്ഷരക്ഷാ ദേവസഭ ആരാണ് സ്ഥാപിച്ചത്? പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. ഏത് വർഷമാണ്? 1909 പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. അതിന്റെ ആസ്ഥാനമാണ് ഇരവിപേരൂർ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ് PRDSന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 1909 പൊയ്കയിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനാണ് PRDS സ്ഥാപിച്ചത്. ഇനി പൊയ്കയിൽ കുമാര ഗുരുദേവനെ സംബന്ധിച്ചുള്ളതാണ് അടിലഹള. അടിലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാര ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് രത്നമണികൾ. രത്നമണികൾ ആരുടെ കൃതിയാണ്? കുമാര ഗുരുദേവന്റെ കൃതിയാണ്. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണ് കാണുന്നില്ലൊരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിന് ചരിത്രങ്ങൾ. കാണുന്നില്ല അക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിന് ചരിത്രങ്ങൾ എന്ന
കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്, ഒരു വാക്യം അദ്ദേഹത്തിന്റെ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആരുടെയാണ്? പൊയ്കയിൽ കുമാരഗുരുദേവന്റെയാണ്. ഇനി ഇതിലെ ഓപ്ഷനിൽ പണ്ഡിറ്റ് കറുപ്പനുണ്ട്, തെക്കാട് അയ്യയുണ്ട്, അയ്യ വൈകുണ്ഠറുണ്ട്. പണ്ഡിറ്റ് കറുപ്പനാണ് എന്തെന്നറിയപ്പെടുന്നത്? കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി തെക്കാടയ്യായിട്ട് ബന്ധപ്പെട്ടതാണ് പന്തി ഭോജനം തെക്കാടയ്യായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. സൗത്ത് ഇന്ത്യയിൽ കണ്ണാടി പ്രശ്നം നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. എന്താണ് സൗത്ത് ഇന്ത്യയിൽ കണ്ണാടി പ്രശ്നം നടത്തിയത്? വൈകുണ്ഠസ്വാമിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവനയാണ്. യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. ശരിയാണ്. യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. എന്നാണ് നടത്തുന്നത്? 1931 യാചനയാത്ര. നേതൃത്വം VT ഭട്ടതിരിപ്പാട്. എവിടെ നിന്ന് എവിടെ വരെയാണ്? തൃശ്ശൂർ നിന്ന് കാസർഗോഡ് വരെയാണ്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയാണ് യാചനയാത്ര നടത്തുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യാചനയാത്ര നടത്തിയത്. പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് സ്വീകരിക്കാനാണ് യാചനയാത്ര നടത്തിയത്. 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയാണ് യാചനയാത്ര നടത്തുന്നത്. 7 ദിവസമാണ് ഇത് നീണ്ടു നിന്നത്. ചന്ദ്രഗിരി പുഴ വരെയാണ് നടത്തുന്നത്. ഈ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ശരിയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം VT ഭട്ടതിരിപ്പാടിന്റെയാണ്. അത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇടക്കുന്നിയിലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം അവതരിപ്പിക്കുന്നത്. 1929. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കർമ്മവിഭാഗം. ശരിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് കണ്ണീരും കിനാവുമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള മറ്റൊരു പുസ്തകമാണ് കർമ്മവിഭാഗം. അപ്പോൾ അത് ശരിയായിട്ടുള്ളതാണ്. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണ് കർമ്മവിഭാഗം. കർമ്മവിഭാഗവും അതുപോലെ കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അതുപോലെ പൊഴിഞ്ഞ പൂക്കൾ ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. എന്താണ്? മണ്ണിനു വേണ്ടി ആരുടെ കൃതിയാണ്? മണ്ണിന് വേണ്ടി AKGയുടേതാണ്. മണ്ണിന് വേണ്ടി AKGയുടെ. എൻ്റെ മണ്ണ് ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. എൻ്റെ മണ്ണ് VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. പൊഴിഞ്ഞ പൂക്കൾ VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. കർമ്മവിഭാഗം VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. ആത്മകഥാപരമായിട്ടുള്ളതാണ്. അതുപോലെ വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കൊട്ടേഷനാണ്, ഇനി അമ്പലങ്ങൾക്ക് തീ കൊടുക്കാം, ഇനി അമ്പലങ്ങൾക്ക് തീ കൊടുക്കാം എന്ന് പറഞ്ഞതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ശരിയാണ്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. എന്നാൽ ഉണ്ണി നമ്പൂതിരി ഉണ്ട്. ഉണ്ണി നമ്പൂതിരി എന്നാണ് നമ്പൂതിരി യുവജന സംഘത്തിന്റെ മാസികയാണ് ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘത്തിന്റെ മാസികയാണ് ഉണ്ണി നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, IPL ക്രിക്കറ്റ് മത്സരം ഫൈനൽ നടന്ന നഗരമാണ് അഹമ്മദാബാദ്. IPL ക്രിക്കറ്റ് മത്സരത്തിന്റെ ഫൈനൽ നടന്നത് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഇതിന്റെ ഫൈനൽ നടന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ പഴയ പേരാണ് മൊധേര സ്റ്റേഡിയം. മൊധേര സ്റ്റേഡിയം എന്താണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ പഴയ പേര്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട സ്റ്റേഡിയം. ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. ഇനി ഇതിന്റെ ഫൈനൽ നടന്നത് ആരൊക്കെ തമ്മിലാണ്? ബാംഗ്ലൂരും പഞ്ചാബും തമ്മിലാണ് ഫൈനൽ മത്സരം നടന്നത്. ബാംഗ്ലൂരും പഞ്ചാബും തമ്മിലാണ് ഫൈനൽ മത്സരം നടന്നത്. വിജയി ആരാണ്? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് IPL മത്സരത്തിൽ വിജയിയായിട്ടുള്ളത്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ് IPLന്റെ വിജയി. ഇനി ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ ആരാണ്? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റനാണ് രജത്ത് പടിക്കർ. രജത്ത് പടിക്കറാണ്. രജത്ത് പടിദാറാണ് ആരുടെ? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റനാണ് രജത്ത് പടിദാർ. അപ്പൊ അതിലെ ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത് സായി സുദർശനാണ്. ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത് സായി സുദർശനാണ്. ഇതിൽ ഓറഞ്ച് ക്യാപ്പ് കിട്ടിയത്. ഇതിൽ ഏറ്റവും എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരുന്നത് ആരാണ്? സായി സുദർശനാണ്. എമർജിംഗ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തത് സായി സുദർശനാണ്. ഇനി ഓറഞ്ച് ക്യാപ്പ് കിട്ടിയതും സായി സുദർശനാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിനാണ് ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുന്നത്. അത് കിട്ടിയത് സായി സുദർശനാണ്. എന്നാൽ പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് പ്രസീദ് കൃഷ്ണയ്ക്കാണ്. പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് പ്രസീദ് കൃഷ്ണയ്ക്കാണ്. ഇനി ഈ സായി സുദർശനും പ്രസീദ് കൃഷ്ണയും ഏത് ടീമിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ടീമിലാണ്. സായി സുദർശനും പ്രസീദ് കൃഷ്ണയും ഏത് ടീമിലാണ്? ഗുജറാത്ത് ടീമിലാണ്.
ഇനി നമ്മൾ ഏതെന്ന് പറഞ്ഞു, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ക്യാപ്റ്റൻ രജിത് പടിദാർ ആണെന്ന് പറഞ്ഞു. എന്നാൽ പഞ്ചാബ് ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ശ്രേയസ് അയ്യർ ആയിരുന്നു. പഞ്ചാബ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ശ്രേയസ് അയ്യർ ആയിരുന്നു. ഇനി IPL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. IPL മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. അതുപോലെ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവ് സൂര്യവംശിയാണ്. IPL ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമാണ് വൈഭവ് സൂര്യവംശി. IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമാണ് വൈഭവ് സൂര്യവംശി. എന്നാൽ IPL ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്നത് ആരാണ്? ക്രിസ് ഗെയിലാണ്. ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്നത് ക്രിസ് ഗെയിലാണ്. ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമാണ് വൈഭവ് സൂര്യവംശി. അപ്പോൾ വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്നത് ഏത് ടീമിന്റെ കളിക്കാരനാണ്? മുംബൈ ഇന്ത്യൻസിന്റെ കളിക്കാരനാണ്. വിഷ്ണു വിനോദ് ഏത് ടീമിന്റെ കളിക്കാരനാണ്? കിങ്സ് 11 പഞ്ചാബ്. വിഷ്ണു വിനോദ് കിങ്സ് 11 പഞ്ചാബിന്റെ കളിക്കാരനാണ്. വിനേഷ് പുത്തൂർ അതിന്റെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ കളിക്കാരനാണ്. അതുപോലെ സച്ചിൻ ബേബി സൺറൈസേഴ്സിന്റെ പ്ലെയർ ആണ് സച്ചിൻ ബേബി. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് സ്പോർട്സിന്റെ കാര്യങ്ങൾ അടുത്ത എക്സാമിന് ചോദിക്കാനുള്ള കുറച്ച് സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടാണ് നമ്മൾ IPL കുറച്ച് ദീർഘമായിട്ട് പറഞ്ഞു പോയത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമാണ് ചെനാബ്. ചെനാബ് പാലം ശരിയാണ്. ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ശരിയാണ്. ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ശരിയാണ്. ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് നദിക്ക് കുറുകെയാണ്. അത് തെറ്റാണ്. ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ചെനാബ് നദിക്ക് കുറുകെയാണ് ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ഉക്രൈൻ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ സെലൻസ്കിയാണ്. ഉക്രൈൻ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ സെലൻസ്കിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഫാനു മുഷ്താഖിനാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 ഫാനു മുഷ്താഖ് അവരുടെ കൃതിയാണ് ഹാർട്ട് ലാമ്പ് എന്നുള്ള കൃതിക്കാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിയാണ്. അത് തെറ്റാണ്. മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? പൃഥ്വിരാജാണ്. സിനിമ ആടുജീവിതം. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കാതൽ എന്ന സിനിമയ്ക്കാണ്. അത് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ബ്ലെസിക്കാണ്. അത് ശരിയാണ്. മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് ബ്ലെസിക്കാണ്. ചിത്രം ആടുജീവിതം. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ലഭിച്ചത് വിദ്യാധരൻ മാസ്റ്റർക്കാണ്. അത് ശരിയാണ്. അപ്പൊ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ളതുണ്ടായിരുന്നുള്ളൂ. മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മമ്മൂട്ടിക്കല്ല, പൃഥ്വിരാജിനാണ്. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കാതൽ എന്ന സിനിമയ്ക്കാണ്. സംവിധായകൻ ബ്ലെസിയാണ്. പിന്നണി ഗായകൻ വിദ്യാധരൻ മാസ്റ്ററാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നത് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിരിക്കുന്നത്. അതിന്റെ ആസ്ഥാനം മുംബൈയാണ്. RBIയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്. RBIയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ CD ദേശ്മുഖാണ്. ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണറാണ് CD ദേശ്മുഖ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയായിട്ടുള്ളത് RBIയുടെ ആസ്ഥാനം ഡൽഹി അല്ല, മുംബൈയാണ്. എന്നാൽ RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. നിലവിൽ വന്ന 1935 ഏപ്രിൽ 1 RBIയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള RBI ഗവർണറാണ് CD ദേശ്മുഖ്. അപ്പം നമ്മുടെ കഴിഞ്ഞ ഒരു 72/2025 OL ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഏകദേശമുള്ള ഫയർമാൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു GK പോർഷൻ ഉണ്ടായിരുന്നു. ആ 20 ക്വസ്റ്റ്യൻസും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫയർമാൻ്റെ എക്സാം എഴുതുന്നുള്ളവർ നന്നായിട്ട് നോക്കുക. ഫയർമാൻ്റെ ഭാഗത്ത് നിന്ന് 2-3 ക്വസ്റ്റ്യനെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കിയിട്ട് പോവുക. താങ്ക്സ്.